ഇന്നൊരു ദിവാലി സ്പെഷ്യൽ റെസിപ്പി ആയാലോ. 2 കപ്പ് ആട്ടയും 2 കപ്പ് മൈദയിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് പാലിന്റെ കട്ടിയാണ് കേട്ടോ ഇത് മധുരം ചേർക്കാത്തതാണ് ഞാൻ മേടിച്ചത്. ഇവിടെ മാവാന്നാണ് ഇതിനെ പറയുക. അപ്പൊ അത് ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഏത് ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമ്മൾ ഗ്രേറ്റ് ചെയ്ത മാവയും കൂടി ചേർത്തിട്ട് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ചൂടാറാൻ വെച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടി പഞ്ചസാര പൊടിച്ചതും ചേർക്കാട്ടോ. ഏലക്കേന്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോഴേക്കും മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടയൊക്കെ പൊരിക്കണ പോലെ വളരെ പതുക്കെ വേണം പൊരിച്ചിട്ടെടുക്കാൻ. ഇതിന് ചൂട് പോകും തോറും ക്രിസ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത് കുറച്ചധികം ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും. ദീപാവലിക്ക് മുംബൈയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത റൈറ്റാണ് ഗുജിയ അല്ലെങ്കിൽ കരഞ്ചി എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്നാക്ക്.